നാടിൻ്റെ നോവായി കൊട്ടാരക്കര മുണ്ടുപാറയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ഫയർമാൻ സോണി എസ് കുമാർ. ജോലി കഴിഞ്ഞ് സോണി ഇന്ന് ആറ്റിങ്ങലിലെ വീട്ടിൽ തിരിച്ചെത്താനിരിക്കെയാണ് ദുരന്തമുണ്ടായതെന്ന് അമ്മാവൻ സോമൻ പറയുന്നു. വീട്ടിൽ നിന്നാണ് ജോലിക്ക് വന്നത്. ഒരു ദിവസം മുമ്പേ, ഇന്ന് തിരിച്ചു വരേണ്ട ദിവസമുണ്ടെന്ന്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നൈറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരേണ്ട ദിവസമാണ്. വരേണ്ട സമയമാണ്. അപ്പോൾ ഇന്ന് ഭാര്യ അവിടെ വെയിറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർ 5-നാണ് ഭാര്യയുടെ വീട്. അപ്പോൾ വരില്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടാക്കിയിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇന്നലെ ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ഭാര്യ വീട്ടിലുണ്ട്. സോണി സാറിൻ്റെ കുടുംബമൊക്കെ? കുടുംബം ഒരു ഭാര്യ, ഒരു കുട്ടി, ഒരു പെൺകുട്ടി, 3 വയസ്സാണ്. എത്ര നാളായി സർവീസിൽ കയറിയിട്ട്? 8 വർഷത്തോളം. സോണി എസ് കുമാർ മറ്റൊരിടത്ത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മുണ്ടുപാറയിലെ യുവതിയെ രക്ഷിക്കാൻ പാഞ്ഞെത്തിയതായിരുന്നു സഹപ്രവർത്തകൻ അലക്സ് ഓർമ്മിക്കുന്നു. സോണി സാറ് എങ്ങനെയായിരുന്നു? സഹപ്രവർത്തകനായിരുന്നു, അതിനപ്പുറം എങ്ങനെയായിരുന്നു സേനയ്ക്കുള്ളിൽ? നല്ല സ്നേഹവാനായ ഒരു സഹപ്രവർത്തകനായിരുന്നു. എന്തിനും ഏതിനും പലരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ മുന്നിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇങ്ങനൊരു ആളെ നമുക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണാൻ പറ്റത്തില്ല. അതുപോലെ എല്ലാവരോടും വളരെ സൗഹൃദത്തോടും വളരെ സൗമ്യമായും നല്ല രീതിയിൽ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മളറിഞ്ഞപ്പോൾ ഒരു 1:30-2 മണിയാകത്തായി മരണവാർത്ത അറിഞ്ഞത്. അപ്പോൾ തന്നെ നമ്മളിവിടെ എത്തി. സഹപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞാനിവിടെ എത്തിയായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്നു. തലയിൽ നല്ല ഇഞ്ചുറി ഉണ്ട്. ഒരു കോള് പോയിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു മരക്കോള് വൈകിട്ടത്തെ ഈ ഭയങ്കരമായ കാറ്റും മഴയുണ്ടായിരുന്നു. അതിനൊരു മരക്കോള് പോയിട്ട് വന്നപ്പോഴാണ് അടുത്ത് വന്നത്. അങ്ങനെ ഉണ്ടായത് പിന്നെ പോയതാണ്. കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അരുൺ രാജ് ഉണ്ട്, വിവരങ്ങളുമായി ചേരുകയാണ്. കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ സോണി എസ് കുമാറിൻ്റെ മൃതദേഹം ഇവിടുത്തെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് വിവരങ്ങളുണ്ട്. അരുൺ രാജ്, മറ്റ് അപ്ഡേറ്റ്സ് എന്താണ്? അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം സോണി എസ് കുമാറിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക. ഇതിനുശേഷം കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ ഈ മൃതദേഹം എത്തിച്ച് പൊതുദർശനത്തിന് വെക്കും. ഇതിനുശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഈ ഓരോ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ സോണി എസ് കുമാർ എത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടനായിരുന്നു എന്ന് നമുക്ക് വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. ഇന്നലെയും ഇതുപോലെ ഒരു നൈറ്റ് ഡ്യൂട്ടി, അത് ഇന്നലെ കനത്ത മഴ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു. ഇളമ്പൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൾ അത് ഫയർ സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ എത്തി രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് കടപ്പാക്കട ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇത്തരത്തിലൊരാൾ കിണറ്റിൽ ചാടിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നത്. തുടർന്ന് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഇതേ സംഘം 6-അംഗ സംഘമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ ഈ മുണ്ടൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ സോണി എസ് കുമാറിന്റെ ജീവൻ തന്നെ നഷ്ടമാകുന്നത്. അതിന്റെ ഈ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ജീവനക്കാരും വിട്ട് മാറിയിട്ടില്ല. കാരണം നമ്മളോടിപ്പോൾ സംസാരിച്ച കുറേ അധികം ജീവനക്കാർ, ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കുറേ അധികം ജീവനക്കാർ ഇപ്പോഴും അതിന്റെ വേദനയിൽ തന്നെയാണ്. അവർക്ക് ഇപ്പോഴും ആ ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ ബന്ധുക്കളടക്കം ഇപ്പോൾ എത്തിച്ചേർന്നുണ്ട്. ഈ സോണി എസ് കുമാറിന് ഭാര്യയും 3 വയസ്സായ മകളുമാണുള്ളത്. സാധാരണഗതിയിൽ ഈ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയുടെ വീട്ടിലാക്കിയിട്ടാണ് പോവുക. പക്ഷേ ഇന്ന് തിരിച്ചെത്താമെന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യയെ ഈ വീട്ടിലെത്തിച്ച് ഇളമ്പലിലെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് ഈ ആറ്റിങ്ങലിലെ വീട്ടിൽ എത്തിച്ച ശേഷമാണ് അദ്ദേഹം ജോലിക്ക് പോയത്. പക്ഷേ ഇന്ന് രാവിലെ ആ വീട്ടിനെ തേടി എത്തിയത് ഇവരുടെ മരണവിവരമാണ്, സോണിയുടെ മരണവിവരമാണ്. 4 മണിക്ക് തന്നെ ബന്ധുക്കൾ ഇവിടെ എത്തി എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ആ വേദനയിൽ ഇപ്പോഴും അവർ നിൽക്കുകയാണ്. പലരോടുമായി സംസാരിച്ചു. പക്ഷേ അവർക്കാർക്കും, കാരണം ഈ ഇളമ്പലിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ് ഇവിടേക്ക് എത്തി കിണറ്റിലേക്ക് ആരിറങ്ങുമെന്ന് ഈ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ തന്നെ ഇറങ്ങാൻ ധൈര്യം കാണിക്കുകയും അവിടേക്ക് ഇറങ്ങുകയും ചെയ്തു. താഴ്ചയിലേക്ക് എത്തി അർച്ചനയുമായി സംസാരിക്കുന്ന ഘട്ടത്തിലടക്കം തിരിച്ച് രക്ഷാപ്രവർത്തനം സുഗമമായി നടക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് നിർഭാഗ്യമെന്നോണം ഈ കിണറിന്റെ മതിൽ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നതും ഈ മരണം സംഭവിക്കുകയും ചെയ്യുന്നത്. തലയ്ക്കാണ് ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളോട് സംസാരിച്ച സഹപ്രവർത്തകരടക്കം വ്യക്തമാക്കിയത്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടക്കും. ഓക്കെ, എന്തായാലും സങ്കടകരമായ കാര്യമായി പോയി അദ്ദേഹത്തിൻ്റെ അവസ്ഥ. കാരണം എപ്പോഴും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ എപ്പോഴാണ് ഓർക്കാപ്പുറത്ത് വിളി വരുന്നത് അറിയില്ല. പാതിരയായാലും പട്ടാപ്പകലായാലും ഇവർക്ക് ഓടിയെത്തേണ്ടതുണ്ട്. ഒരിടത്ത് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയിട്ട് മടങ്ങി വരുമ്പോൾ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിൻ്റെ ഒടുവിലാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുരന്തമുണ്ടായത്. സങ്കടകരമായി പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.